താരസംഘടനയായ അമ്മയുടെ ഭരണസമിതിയിലേക്ക് ഇതുവരെ പത്രിക സമർപ്പിച്ച് 25 പേർ. നവ്യ നായർ, ജഗദീഷ്, ശ്വേത മേനോൻ, കുക്കു പരമേശ്വരൻ, അനന്യ, സരയു മോഹൻ, ജോയി മാത്യു തുടങ്ങിയവരാണ് പത്രിക സമർപ്പിച്ചത്. 32 വർഷത്തെ ചരിത്രത്തിൽ ഇത്രയും അധികം ആളുകൾ മത്സരിക്കാൻ വരുന്നത് ആദ്യമാണെന്നും ആരോഗ്യകരമായ മത്സരമാണ് നടക്കുന്നതെന്നും അൻസിബ ഹസൻ പ്രതികരിച്ചു. ഇത്തവണ കുറേ പേര് മത്സരിക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം അതാണ്. കാരണം അമ്മയെ ഇപ്പോൾ തുടങ്ങിയിട്ട് 32 വർഷം കഴിഞ്ഞു. 32 വർഷം കഴിഞ്ഞിട്ട് ഇത്രയും വർഷത്തിനിടയിൽ ഇത്രയും അധികം ആളുകൾ മത്സരിക്കാൻ വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ തന്നെ നമുക്ക് അവർക്കുണ്ടായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേസമയം അൻസിബയ്ക്ക് പിന്നാലെ ആരോപണ വിധേയർ മത്സരിക്കുന്നതിനെ ന്യായീകരിച്ച് നടി സരയുവും രംഗത്തെത്തി. സന്തോഷമുള്ള കാര്യമല്ലേ? അതായത് ഭയക്കാതെ എല്ലാവരും മുമ്പോട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാവർക്കും ഈക്വൽ പങ്കാളിത്തത്തോടുകൂടി മുമ്പോട്ട് വരാൻ സാധിക്കുന്നു. സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അത് തന്നെയാണ്. ആരോപണ വിധേയരായവർ മാറി നിൽക്കുന്നതാണ് മര്യാദയെന്ന് അനൂപ് ചന്ദ്രനും പ്രതികരിച്ചു. ആരോപണ വിധേയരായുള്ളവർ ഒരു ഉറപ്പായി മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് അന്തസ്. അതിന്റെ മര്യാദ അതാണ് അതിന്റെ മര്യാദ. ഞാൻ മത്സരിക്കുന്നുണ്ട്. തീരുമാനിക്കാം. ഇത്തവണ എന്തായാലും ഗൗരവമായ മത്സരമുണ്ട് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. പക്ഷേ എങ്കിലും പഴയ പോലെ സീനിയേഴ്സ് ഇല്ലാത്ത ജൂനിയേഴ്സിന്റെ ഒരു മത്സരമാണ്. അതെങ്ങനെ വരും എന്നുള്ളത് എനിക്ക് അതിനെക്കുറിച്ചൊരു ധാരണയില്ല. സഹിൻ ആന്റണിയുടെ വിശദാംശങ്ങളുമായി. സഹിൻ, വലിയൊരു തെരഞ്ഞെടുപ്പിലേക്കാണ് അമ്മ കടക്കുന്നത്. അതിൽ തന്നെ ഇപ്പോൾ ആരോപണ വിധേയരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ 2 തട്ടിലുള്ള അഭിപ്രായങ്ങൾ ഈ ഘട്ടത്തിൽ തന്നെ പുറത്തേക്ക് വരുന്ന സാഹചര്യവും നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ, പത്രികാ സമർപ്പണമൊക്കെ ഇപ്പോൾ അവസാനിക്കുന്ന സമയത്തിലേക്ക് എത്തിയല്ലോ, എന്താണ് ഇതിന്റെ ഒരു പൂർണ്ണ ചിത്രം? തീർച്ചയായിട്ടും പത്രികാ സമർപ്പണം അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇനി അന്തിമ പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും നടക്കുക. അതായത് ഇപ്പോൾ സ്ക്രൂട്ടനിങ് ആയിരിക്കും അല്പനേരത്തിനുള്ളിൽ ആരംഭിക്കുക. ഇതിൽ 25 പേരാണ് നിലവിൽ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന പട്ടിക അനുസരിച്ച് പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ബാബുരാജ്, അൻസിബ, നവ്യ നായർ, സുരേഷ് കൃഷ്ണ, വിനു മോഹൻ, കൈലാഷ്, ജയൻ ചേർത്തല, ജഗദീഷ്, സന്തോഷ് കീഴാറ്റൂർ, രവീന്ദ്രൻ, അനൂപ് ചന്ദ്രൻ, ആശാ രവിന്ദ്, ടിനി ടോം, ശ്വേത മേനോൻ, ശ്രുതി ലക്ഷ്മി, സജിത ബേട്ടി, കുക്കു പരമേശ്വരൻ, ലക്ഷ്മി പ്രിയ, അഞ്ജലി നായർ, നാസർ ലത്തീഫ്, ഉണ്ണി ശിവപാൽ, സരയു മോഹൻ, അനന്യ, രജിനി ജോർജ്, ജോയ് മാത്യു, അങ്ങനെ 25 പേരാണ് നിലവിൽ പട്ടിക സമർപ്പിച്ചിരിക്കുന്നത്. ഇനിയും പട്ടിക ലഭിക്കാത്ത പേരുകളും ഉണ്ടാകാം. എന്തായാലും ഈ 25 പേര് തന്നെ വലിയ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിവുള്ള ആളുകളാണ്. പ്രത്യേകിച്ചും ജഗദീഷും, ശ്വേതാമേനോനും, രവീന്ദ്രനും, ജോയ് മാത്യുവും, ഈ 4 പേരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കും എന്നുള്ള അറിവാണ് പുറത്തു വരുന്നത്. ഇനി അതിൽ ചെറിയൊരു മാറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ. എന്തായാലും ജഗദീഷും ശ്വേതാമേനോനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെ ശക്തമായ മത്സരത്തിനുണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളും മത്സരരംഗത്ത് ശക്തമായി തന്നെയുണ്ട്. അമ്മയുടെ ചരിത്രത്തിൽ ഇത്രയധികം സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നതും. ശരി സഹിൻ.